സൗണ്ട് കേൾക്കുമെന്ന് അറിയാൻ വയ്യ. നോക്കുകയേ അടിപൊളി. നോക്കൂ, അയ്യോ ഒരുപാട് ക്യാമറ സൂമായി പോയി. അതൊക്കെ ബസ്സൊക്കെ കിടക്കുന്നു. അങ്ങനെ ബസ് കിടക്കുന്നു നോക്കി. ഓക്കെ അടിപൊളി ഗായ്സ്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുവാണ്. മഞ്ഞാണോ എന്ന് അറിയാൻ വയ്യ. ഒരു ലെയറാന്ന് തോന്നുന്നു. ലെയർ വരെ കിടക്കുവാണ്. അടിപൊളി. എന്നാൽ തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാഗമണ്ണിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് പാഞ്ചാലിമേട്. നമ്മൾ വാഗമണ് പോയി എന്നിട്ട് പോയിട്ട് വന്നു കഴിയുമ്പോൾ പാഞ്ചാലിമേടിൽ കയറാൻ വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാട്ടിൽ സ്ഥലം വാഗമൺ വരുവാണെങ്കിൽ ഇവിടെ കൂടെ കേട്ട് പോകാൻ ശ്രമിക്കുക. അടിപൊളി. നമ്മളെ നമ്മളെ ചാനലായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കണ്ടത് ഒരു വ്യൂ പോയിൻ്റ് ആണ്. വ്യൂ പോയിൻ്റ് പാഞ്ചാലിമേടിലല്ല, പാഞ്ചാലിമേടിൽ കാണിച്ചു തരാം ഗീസ്. ഇത് പാഞ്ചാലിമേടല്ല കേട്ടോ, ഇത് ഒരു വ്യൂ പോയിൻ്റ് ആണ് ഗീസ്. നേരെ പാഞ്ചാലിമേടിലോട്ട് പോവാം ഗീസ്. ഓക്കെ ഗീസ്, ഇതാണ് പാഞ്ചാലിമേടിലേക്കുള്ള എൻട്രൻസ്. കണ്ടില്ലേ ഗീസ്, ഇതാണ് പാഞ്ചാലിമേടിലെ എൻട്രൻസ്. പിന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എത്ര രൂപയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എത്ര രൂപയെന്ന്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്ത് തരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഗീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥലം. കണ്ടില്ലേ, എൻട്രൻസ് അകത്ത് കയറുന്ന നമ്മുടെ സ്ഥലമാണ് ഇതൊക്കെ. എനിക്ക് ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് കാണിച്ചായിരുന്നു ആദ്യമേ. നല്ല രസമുണ്ട്. കണ്ടോ, ഇതാണ് പാഞ്ചാലിമേട് എഴുതിയിട്ടുണ്ട്. പാഞ്ചാലിമേടുന്ന് പിന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ എഴുതിയിരിക്കുന്നുണ്ട്. എത്ര വയസ്സുള്ളവർക്കാണ് കണ്ടില്ലേ. ചൈൽഡ്, അഡൾട്ട്, സീനിയർ, സിറ്റിസൺ, ക്യാമറ അങ്ങനെ എല്ലാം കൊണ്ടുവന്നതിനൊക്കെ ഓരോ പല വിലയാണ്. കണ്ടില്ലേ, ഇതാണിപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് ഗായ്സ്. ചെന്ന് കയറുമ്പോൾ തന്നെ എന്തൊക്കെയോ കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് കേട്ടോ സംഭവം. ചെന്ന് കയറുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. സോറി, അത് നിർമ്മിച്ചത് എന്തോ അറിയാം. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമായിട്ട് അത് വെച്ചത്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണത്. അങ്ങനെ ഗീസ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തത് ഇവിടെ കുരിശ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോന്ന് അറിയത്തില്ല, കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കി, അവിടെ ഒരു ബിൽഡിംഗ് അല്ല, കല്ലുകൊണ്ടിട്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഗൈസ്. നോക്കി, ഇതാണ് നോക്കൂ ഗൈസ്. ഇതാണ് ഒരു എന്ത് സാധനം അറിയത്തില്ല. ഇതാണ്ട് ഇതിലുള്ള ആനയും ചെറിയ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഇവിടെ കടയാണ് ഗൈസ്. നോക്കൂ, അവിടെ കടയാണ്. നോക്കൂ, വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് അടിപൊളി. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റും. കൊള്ളാം, അടിപൊളിയാണല്ലോ പാഞ്ചാലിമേട്. ഇവിടെ പിന്നെ അമ്പലമുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ പോയിന്റ്. കൊള്ളാല്ലേ പിന്നെ അടിപൊളി. എൻ്റെ കാര്യം നീ നോക്കടാ, നോക്ക് എന്നുള്ള ബ്രോ. മാനം അടിപൊളി സ്ഥലം. തണുപ്പുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്.
നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്, മലയൊക്കെ കാണാൻ. അതാണ് എൻട്രൻസ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു കടയും കൊള്ളാം. ഇത് പണ്ടങ്ങാണ്ട് കെട്ടിയാന്ന് തോന്നുന്നല്ലേ? എന്തിന് കെട്ടിയത്? പാഞ്ചാലി ആണോ? പാഞ്ചാലി അച്ഛൻ, എൻ്റെ അച്ഛൻ പറയുന്നത് പാഞ്ചാലി എന്ന് വിടരുത്, ചരിത്രമുണ്ട്. ഇതാണ് അങ്ങനെ കൊണ്ടാണ് ആണോ? അങ്ങനെ കൊണ്ട് തോന്നുന്നു. ഓ അതായിരിക്കും. അപ്പം അതായിരിക്കും പേര് തന്നത്, പാഞ്ചാലി മേട്. എന്തായാലും വേണ്ട, കടയുണ്ട് ഇവിടെ. ആ കടയുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഭാഗം. ഇനി ഉണ്ട് കേട്ടോ, ഇനി കിടപ്പുണ്ട് നേരെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ചാനലായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ട്രാവൽ വ്ലോഗും വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വ്യൂ പോയിന്റ് കേട്ടോ. വ്യൂ പോയിന്റ് കിട്ടിയതാണ് കേട്ടോ. കണ്ടില്ല ഇവിടെ നിന്ന് മല ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ വന്ന് കാണുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് രസം തോന്നുന്നു. അതായത് ഇഷ്ടപ്പെടുന്നു. ഇവിടെ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ ഈ. അപ്പോൾ അത് പറയാതെ വന്ന് ഇവിടെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നല്ല രസമായി കാണാൻ. അടുത്ത സ്ഥലം കാണാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വരുന്നത് നല്ല പ്ലേസാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെടും. കൊള്ളാം, എൻ്റെ അമ്മയുടെ പറഞ്ഞു. അപ്പോൾ അടുത്ത സ്ഥലം കാണാം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി, സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് ഇറങ്ങി. അടുത്ത ഇവിടെ ജീപ്പ് കിടപ്പുണ്ട്. അതാണ് ഇത്. ഇനി മേലോട്ട് പോകണം സ്ഥലം. നോക്കൂ ഗായ്സ്, ഇവിടെ മൊത്തം കുരിശാണല്ലോ. ഇവിടെ മൊത്തത്തിൽ ഇവിടെ എല്ലായിടത്തും കുരിശ് വെച്ചിട്ടുണ്ട്. എന്തിനാണോ കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഇതാണ് സ്ഥലം. നോക്കൂ ഗായ്സ്, ഇതെന്താണ് ചെയ്ത്? എന്തോന്നറിയാൻ വയ്യ. എന്തോന്നറിയാൻ വയ്യ. ഇവിടെ വഴിയുണ്ട് കേട്ടോ. ഇവിടെ എന്ത് വഴിയാണ്? ഇവിടെ ആ മരത്തിനവിടെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു. ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അമ്പലമാണോ? ശാന്തി മഠം അങ്ങനെ എന്ത്? ശാന്തി മഠം എന്ന് എഴുതി വെച്ചേക്കുന്നത്. അമ്പലമല്ല, ശാന്തി മഠം എന്ന് എഴുതി വെച്ചേക്കുന്നത്. പൊളിഞ്ഞ് കിടക്കുവാട്ടോ. അപ്പോൾ ശാന്തി മഠം പൊളിഞ്ഞ് കിടക്കുവാണ് ഗീസ്. അപ്പോൾ ഇത് കുറേ കയറണം കേട്ടോ. ഞാൻ കുറേ കയറുന്ന കാണിക്കാതെ കയറുന്നുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കും ഗീസ്. എൻ്റെ കുറേ കയറുന്ന കാണിക്കുന്നത് അയക്കുന്ന ഗീസ്. ഭയങ്കര പാട്, കുറേ കയറാനുണ്ട്. ഓക്കെ ഗീസ്, ഇവിടെ വന്നപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ബോർഡ് കണ്ട് ഗീസ്. ഇത് വന്ന് അങ്ങോട്ട് അമ്പലമാണെന്ന് തോന്നുന്നു ഗീസ്. തൽക്കാലം ഇപ്പം അമ്പലത്തിലോട്ട് പോകുന്നു ഗീസ്. നേരെ അങ്ങോട്ട് അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ മേലോട്ട് പോവാണ്. ഇവിടെ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മേലോട്ട് പോവാണ് ഗീസ്. അതുകൊണ്ട് വഴിയൊക്കെ ഭയങ്കര പാട്. ഇത് കുഴപ്പമില്ല, പക്ഷേ നടന്ന് മേളിൽ വരെ വരുന്ന ഭയങ്കര പാടാ. അയക്കുന്ന ഗീസ്. നോക്കൂ, ഇവിടെയും കുരിശ്. ഇവിടെ മൊത്തം കുരിശാണ് കേട്ടോ. ഇതാ നമുക്ക് അവിടെ ഇരിക്കുക സ്ഥലമുണ്ട്. ഇവിടെ കുരിശ്, അങ്ങനെ കുരിശുണ്ട്. അതാണ് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് കണ്ടില്ല? അടിപൊളിയല്ലേ? ലൈഫിൻ്റെ വ്യൂ പോയിന്റ് ആണ്. പിന്നെ അങ്ങ് അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ കൂടെ പോകാം ഗീസ്. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ മൊത്തം കുരിശാണ്. എന്താണെന്ന് അറിയത്തില്ല, മൊത്തം കുരിശ് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെ ഇതെന്ത് സംഭവമാണോ? അതെന്ത് സംഭവം? അത് മറ്റേ കേബിൾ കാർ. കേബിൾ കാർ കണ്ടു ഇവിടെ. എന്താ കേബിൾ കാർ എന്നാണോ? എന്തോ അത് പറഞ്ഞോട്. എഴുതിയിരിക്കുന്നതാണ് കേബിൾ കാറാണ്.
ഇവിടെ വരുന്നവർക്ക് കേബിൾ കാർ കയറാം. പക്ഷെ അത് പക്ഷെ കേബിൾ കാർ ഒന്നും കാണുന്നില്ലല്ലേ. പക്ഷെ അത് തന്നെ അവിടെ ഇതുകൊണ്ട് ജാക്കറ്റ് ജാക്കറ്റ് കയറിപ്പോണ്ട്. കേബിൾ കാർ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കേബിൾ കാർ കയറാൻ താല്പര്യമുള്ളവർ കൂടെ വന്നാൽ കേബിൾ കാർ കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, താല്പര്യമുള്ളവർ കേബിൾ കാർ കയറാം ഗൈസ്. പിന്നെ അവിടെ എന്തോ അമ്പലോ എന്തോ ഉണ്ട് ഗൈസ്. ചുമയാണ് ഗൈസ്. പനി വരും തോന്നിക്കാറ് ഗൈസ്. ഇന്ന് നമുക്ക് നേരെ ഇപ്പം കാണിച്ചില്ല പാലത്തോട്ട് പോകാം. എന്തോ നോക്കട്ടെ, അമ്പലമാണോ എന്തോ. അമ്പലം എന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചില്ല എൻ്റെ ബോർഡ്. അങ്ങോട്ട് അമ്മ പോകുന്നത്. ഞാൻ വിചാരിച്ചത് ആൾക്ക് കയറത്തില്ലെന്ന്. കയറുന്നുണ്ട് കേട്ടോ അപ്പം അമ്പലം ഇവിടെ കാണിച്ചു തരാം. അമ്പലം കാണിക്കാൻ പറ്റുന്ന അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ അമ്മിൻ്റെ മുകളിൽ കയറുവാണ്. അതിൻ്റെ ഈ അമ്പലത്തിൻ്റെ മുകളിൽ കയറുവാണ്. അമ്പലത്തിൽ കാണാം. ഇത് കുറേ പോകണം തോന്നുന്നു. നീണ്ടു കിടക്കുകയാണ്. അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അമ്പലം എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. പല വ്യൂ പോയിന്റ് ഉണ്ട്. ഓക്കെ ഇവിടുന്ന് വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് വ്യൂ പോയിന്റ്. ഇവിടുത്തെ ഒരു അമ്പലമാണ്. ആണ്ടേ ഇതൊരു അമ്പലമാണ് കേസ്. കണ്ടില്ലേ, കണ്ട ഇതൊരു അമ്പലമാണ്. അപ്പോൾ ഓക്കെ അവിടെ എന്തോ അമ്പമുണ്ട്. അവിടെയും എന്തോ അമ്പമുണ്ട്. കണ്ടില്ലേ, എന്തോ അറിയാൻ വയ്യ. ഓക്കെ വേണ്ട, ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പൈപ്പുണ്ട്. കാണാണ്ട ടാങ്ക് ഉണ്ട് ഇവിടെ. പിന്നെ വേണ്ട ഇതൊക്കെ തന്നെ. പിന്നെ അപ്പം നമുക്ക് വ്യൂ പോയിന്റ് കാണാം. വ്യൂ പോയിന്റ് കൊള്ളാം കേട്ടോ. ഈ വ്യൂ പോയിന്റ് കൊള്ളാം. നോക്കുക വ്യൂ പോയിന്റ്. കാറ്റ് വരാൻ തുടങ്ങി. പറയുമ്പോൾ കേൾക്കുമെന്ന് അറിയാൻ വയ്യ. അടിപൊളി. അച്ഛൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയ കൊള്ളാം ഗീസ്. അടിപൊളി. ഒന്നും ക്യാമറ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയാൻ വയ്യ. പിന്നെ സൗണ്ടും കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയാൻ വയ്യ. കാരണം കാറ്റുണ്ട്. നല്ല തണുപ്പുണ്ട് അല്ലേ സാർ? തണുപ്പുണ്ട്. ഓക്കെ താണ്ട ഗീസ് നോക്കൂ, അടിപൊളി. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നില്ല. താഴോട്ട് ഇറങ്ങുന്നില്ല. നല്ല കാറ്റുണ്ട്. പറയുമ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അടിപൊളി വ്യൂ പോയിന്റ്. ഫോണൊക്കെ പറഞ്ഞു കൊള്ളാം. അപ്പോൾ ഗിഫി താഴെ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ താഴെ വന്നിരിക്കുക അല്ലേ? താഴെ വന്നിരിക്കുക. താഴെ വന്നിരിക്കും. കുഞ്ഞാവയ്ക്ക് മമ്മം കൊടുക്കാൻ ബാവയ്ക്ക് മമ്മം കൊടുക്കാൻ പോവാണ്. ഫുഡ് കൊടുക്കാൻ പോവാണ്. കാണിച്ചൊക്കെ വീഡിയോ ചെയ്യണം. അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ അങ്ങനെ മാറ്റി പാഞ്ചാലി പേര് പാഞ്ചാലി. പാഞ്ചാലി വീട്. പാഞ്ചാലി വീട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞാവയ്ക്ക് ഫുഡ് ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം മറ്റേ വീട്ടിൽ പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ വീഡിയോ വരുന്നവരേക്കും ട്രാവൽ വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ. ഓക്കെ ബൈ.